സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, പുരോഹിതന്മാരിൽ കൂടെ സാത്താൻ ജനങ്ങളെ എങ്ങനെയാണ് വിഗ്രഹങ്ങളെ ആരാധിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ നോക്കുക. അവർ വിഗ്രഹത്തിൽ തലയെ വയ്ക്കുന്നു, അവർ ചുംബിക്കുന്നു, അവർ അതിനെ തൊട്ടു തൊഴുന്നു. ഇതെല്ലാം അവർ ചെയ്യുന്നു. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പുരോഹിതന്മാർ, അതിലും പ്രത്യേകിച്ചും ഇതിനെ, ഈ കൃപാസനമെന്ന് പറയുന്നതിനെ തുടങ്ങാൻ സാത്താൻ പ്രേരിപ്പിച്ച വ്യക്തിയാണ് ആ യോസേഫ് അച്ഛൻ. പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വച്ച് കാനാൻ ദേശത്തിലേക്ക് പോകാൻ കഴിയാതെ സംഹാരകൻ്റെ കയ്യിൽ വീണ് എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന് ന്യായപ്രമാണത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ജനത്തിനു വേണ്ടി സൗജന്യദാനമായി തൻ്റെ രക്തത്തെ അർപ്പിച്ചുകൊണ്ട് വീണ്ടെടുത്ത ഒരു കൂട്ടം ജനം ഇതാ പാതാളത്തിലേക്ക് പോകുവാൻ പോകുന്നു. അത് നിങ്ങൾക്ക് ഈ സുവിശേഷം അവസാനം വരെ നിങ്ങൾ കേൾക്കുമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവരെ കൊണ്ടുപോകുന്നത് സാത്താൻ പാതാളത്തിലേക്കാണ്. ഇവർ ഈ പാവപ്പെട്ട ഈ ജനം അറിയുന്നില്ല. കാരണം സാത്താൻ മറിയയുടെ രൂപത്തിൽ ഇവരുടെ കണ്ണുകളെ കെട്ടിക്കഴിഞ്ഞു. ഇതിനെ നിങ്ങൾ നന്നായി നോക്കുക. ഇവർ ചെയ്യുന്ന ഈ പ്രവൃത്തി നമ്മുടെ ക്രിസ്തീയ വേദപുസ്തകത്തിന് അനുകൂലമോ പ്രതികൂലമോ എന്ന് നിങ്ങളതിനെ നോക്കുക. കർത്താവ് വിലക്കിയിരിക്കുന്ന കാര്യം, നീ വിലക്കിയ കനിയെ നീ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ അതേ കനിയെ ഇവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സാത്താൻ തന്നെ ഇവരെ പ്രേരിപ്പിച്ചു. കാരണം അവൻ കള്ളനാണ്. സർപ്പത്തിൽ ഉപായത്താൽ പ്രവേശിച്ച് ഹവ്വയെ വഞ്ചിച്ചതുപോലെ ഇന്ന് ക്രിസ്ത്യാനികളെ അവൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കാണുക, ഈ ജനം പഠിപ്പറിവുള്ളവരാണ്, നല്ല വിദ്യാഭ്യാസമുള്ളവർ തന്നെ. പ്രിയമുള്ളവരെ, ഇവർ ചെയ്യുന്ന പ്രവൃത്തി ഏത് വേദപുസ്തകം ഇവർ വായിച്ചിട്ടാണ് ഇത് പഠിച്ചത്? വേദപുസ്തകത്തിൽ ഇങ്ങനെ ചെയ്യുവാൻ തക്കവണ്ണം അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ടോ? യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ ഭൂമിയിൽ ജീവിച്ചു പോയ ഏതെങ്കിലും ഒരു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് നോക്കുക. ആരും പറയാത്ത ഒരു കാര്യത്തെ സാത്താൻ പുരോഹിതന്മാരിൽ കൂടെ പ്രവർത്തിച്ച് ജനങ്ങളെ കൊണ്ട് അത് ചെയ്യിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സാത്താൻ വളരെ തന്ത്രപൂർവം ആ ജനങ്ങളെ പാതാളത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ന്യായീകരിക്കുവാൻ എന്താണുള്ളത്? ആ നിൽക്കുന്ന ആ വിഗ്രഹത്തിൽ എന്ത് ഇരിക്കുന്നു എന്ന് വച്ചിട്ടാണ് ഇവർ അതിനെ നോക്കി നമസ്കരിക്കുന്നത്, അതിനെ നോക്കി കുമ്പിടുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആ വിഗ്രഹത്തിൽ എന്തിരിക്കുന്നു എന്ന് വച്ചിട്ടാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല, അതിനെ സേവിക്കുന്നില്ല എന്നൊക്കെ ഇവർ വാഗൊണ്ട് പറയുന്നല്ലോ. എന്നാൽ അവരുടെ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ കഴിയുമോ ഞങ്ങൾ ചെയ്യുന്നത് ഇത് തെറ്റാണെന്ന് ഇവർക്ക് ചിന്തിക്കാൻ കഴിയുമോ? പ്രിയമുള്ള സഹോദരങ്ങളെ, സാത്താൻ്റെ കുടിലതന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഈ ജനങ്ങൾക്കിനി സാധിക്കുമോ? സാധിക്കുമെങ്കിൽ ഇവർ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ഈ തിരുവചനങ്ങളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഈ ജനത്തിന് വരാൻ പോകുന്ന അവസ്ഥ. സുവിശേഷത്തെ നിങ്ങൾ കേൾക്കുക. സാത്താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ കെട്ടിവച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ സുവിശേഷം കേൾക്കത്തില്ല. സാത്താൻ നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു വച്ചിരിക്കുമെങ്കിൽ നിങ്ങൾ സുവിശേഷം കേൾക്കും. സാത്താൻ കെട്ടിയിട്ടുള്ളവർ ആരും സുവിശേഷം കേൾക്കത്തില്ല. പ്രിയ സഹോദരങ്ങളെ,
അവരെ കേൾക്കുവാൻ സാത്താൻ സമ്മതിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ സുവിശേഷം കേട്ടുകഴിഞ്ഞാൽ അവർ സത്യം തിരിച്ചറിയും, മാനസാന്തരപ്പെടും. അതുകൊണ്ട് വേദപുസ്തകം വായിക്കാനോ സുവിശേഷം കേൾക്കാനോ ഇവരുടെ ഹൃദയത്തെ സാത്താൻ അനുവദിക്കുന്നില്ല. കാരണം ഇവർ സാത്താൻ്റെ കുടിലതന്ത്രത്തിൽ, അവൻ്റെ കെണിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. സാത്താൻ്റെ കെണിയിൽ കുടുങ്ങിക്കിടക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് പുരോഹിതന്മാർ സംസാരിക്കുന്നത് ഒന്ന് കേൾക്കുക. പുരോഹിതന്മാർ, പോപ്പ് ലിയോ പോലും പറഞ്ഞു, ഇനി മറിയയ്ക്ക് മധ്യസ്ഥ സ്ഥാനം ഇല്ല, അങ്ങനെ ചെയ്യരുത്, തെറ്റാണെന്ന്. എന്നിട്ടും അതിനെ തള്ളിക്കൊണ്ട് ഈ യോസേപ്പ് അച്ഛൻ എന്ന് പറയുന്ന ഈ വ്യക്തി സാത്താന് വേണ്ടി ജോലി ചെയ്യുകയാണ്. ആ വ്യക്തി യഥാർത്ഥത്തിൽ ഒരു സാത്താൻ്റെ ആ പ്രവൃത്തിയിൽ മുഴുകിക്കിടക്കുന്ന ഒരു വ്യക്തിയാണ്. സാത്താൻ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ഒരു കഠിന ഹൃദയമുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ആ വ്യക്തിയുടെ ഒരു വീഡിയോ ക്ലിപ്പ്, അത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരിക്കൽ കാണിച്ചു തന്നതാണ്. എന്നാൽ അത് ഞാൻ നിങ്ങൾക്കിതിൽ കാണിച്ചു തരാം. ഈ വ്യക്തി ജനങ്ങളെ ഏത് രൂപത്തിലാണ് കാണുന്നത്. പിളച്ചവളെന്ന് വരെ പറഞ്ഞു, പിളച്ച ജാതികൾ, പിളച്ചവരെന്ന് വരെ പറഞ്ഞു ആ വ്യക്തി. സാത്താൻ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ അത് കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്ങനെയെങ്കിലും നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ തീർച്ചയായും നിങ്ങളെ പ്രാണനെ നിങ്ങൾ രക്ഷിക്കും. ഈ ഭൂമിയിൽ വരാൻ പോകുന്ന സംഹാരകൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാനും പെടും. അതുമാത്രമല്ല, പാതാളത്തിലേക്ക് പോകുന്നതിനെ നിങ്ങൾക്ക് തടയാനും സാധിക്കും, നിങ്ങൾ ഈ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുമെങ്കിൽ. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. സാത്താൻ എത്ര തന്ത്രപൂർവമാണ് ജനത്തെ വഞ്ചിച്ചു വച്ചിരിക്കുന്നു. എത്ര തന്ത്രപൂർവം, പ്രിയമുള്ളവരെ, എത്ര തന്ത്രപൂർവമാണ്. രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സത്യം തിരിച്ചറിയാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? സുവിശേഷം കേൾക്കുക. സത്യം തിരിച്ചറിയാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. അവർ വിരിച്ചിരിക്കുന്ന ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടോളുക. ഇവർ ഒരു കെണി വിരിച്ചിരിക്കുകയാണ്, ജനത്തെ വഞ്ചിക്കാൻ കെണി വിരിച്ചിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സാത്താൻ്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് വീണ്ടും 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 ഈ സുവിശേഷം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊള്ളുക. സ്തോത്രം. സഭയിൽ ഒരുപാട് മരിയൻ മൂവ്മെന്റുകൾ വന്നിട്ടുണ്ട്. മാതാവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആത്മീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടപ്പോൾ അതിൽ കുറെ അധികം പ്രബോധനങ്ങൾ തെറ്റാണ് എന്ന് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. ഉദാഹരണത്തിന്, ചില മരിയൻ പ്രബോധനങ്ങൾ തെറ്റാണ്. ചില ആളുകൾ ഇങ്ങനെ പഠിപ്പിച്ചു, മാതാവ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് പോലെ ഒരു ദൈവമാണ് എന്ന് പഠിപ്പിച്ച പ്രബോധനം ചില ആളുകൾ പഠിപ്പിച്ചു. അത് സഭ വിലക്കി. അങ്ങനെയില്ല. മാതാവ് ദൈവമാണോ? മാതാവ് ഒരു മനുഷ്യ സൃഷ്ടി മാത്രമാണ്. പക്ഷെ ആ സൃഷ്ടിയെ ദൈവം ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഔന്നത്യത്തിലേക്ക് ഉയർത്തി. മാതാവ് സ്രഷ്ടാവല്ല, സൃഷ്ടി മാത്രമാണ്. അപ്പൊ അതൊരു അബദ്ധ പ്രബോധനമായിരുന്നു. തൃത്വം കഴിഞ്ഞാൽ ഇനി ചിലര് പറഞ്ഞു തൃത്വത്തിലെ ഒരാളാണ് ആര്? പരിശുദ്ധാത്മ. അങ്ങനെയും പറഞ്ഞു. പരിശുദ്ധാത്മാവ് മനുഷ്യരായിട്ട് മാറിയതാണ് പരിശുദ്ധാത്മ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി നിങ്ങൾ കേട്ടിട്ടൊന്നും, നിങ്ങൾ വായും പിടിച്ചിരിക്കും ഇങ്ങനെ കൊണ്ടുവന്ന്. ഇങ്ങനൊക്കെ ഓരോ കാലത്ത് ഓരോരുത്തര് ചില മരിയൻ പ്രസ്ഥാനങ്ങള് ഇങ്ങനെ കാലാകാലങ്ങളിൽ ചില അബദ്ധ പ്രബോധനങ്ങളുമായിട്ട് വന്നു. കേട്ടല്ലോ? ഒന്നത്. രണ്ട്, വേറെ ചില ആളുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് കേരളത്തിലും പലയിടങ്ങളിൽ ചിലരൊക്കെ പഠിപ്പിച്ചാൻ കേട്ടിട്ടുണ്ട്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ജ്ഞാനമാണ് പരിശുദ്ധ അമ്മ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതും തെറ്റാണ്. ജ്ഞാനം പെർസോണിഫൈഡ് ആണ് പരിശുദ്ധ അമ്മ. ഈ ജ്ഞാനം സൃഷ്ടിയിൽ ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ജ്ഞാനമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് എന്നൊക്കെ ജ്ഞാനത്തിന്റെ ഗ്രന്ഥങ്ങളിൽ, പ്രഭാഷകനിലും അതുപോലെ തന്നെ ജ്ഞാനത്തിന്റെ ഗ്രന്ഥങ്ങളിലും പറയുന്ന
ജ്ഞാനം സ്ത്രീയോട് ഉപമിക്കുന്ന ജ്ഞാനത്തെ പരിശുദ്ധ അമ്മയായിട്ട് കണ്ടിട്ട് പ്രബോധിപ്പിച്ച ഒരു പ്രബോധനമുണ്ട്, അതും തെറ്റാണ്. പറഞ്ഞ ഹല്ലേലൂയ. ഇങ്ങനെ വന്ന കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകള്, ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകള് ഒപ്പുശേഖരണം നടത്തി വത്തിക്കാനില് ഒരു അപേക്ഷ സമർപ്പിച്ചു. മാതാവിനെ സഹരക്ഷികയായി ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കണം. ഈശോയുടെ രക്ഷയില് മുഴുവൻ സമയം സഹകരിച്ച് കൂടെ നിന്ന അമ്മ രക്ഷയിൽ സഹകരിച്ച ഒരാളാണ്, അതുകൊണ്ട് ഈ ടൈറ്റിലൂടെ കൊടുക്കണമെന്ന് പറഞ്ഞ് സഭയിൽ കൊടുത്ത ഒരു അപേക്ഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ അപേക്ഷയിന്മേൽ കാലാകാലങ്ങളായിട്ട് സഭ നടത്തിയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇങ്ങനെ ഒരു ടൈറ്റിൽ മാതാവിന് കൊടുത്താൽ അത് തെറ്റിദ്ധാരണാജനകമാകും. എന്താ? ഈശോ നമ്മെ രക്ഷിച്ചതിന് തുല്യമായ അർത്ഥത്തിൽ മാതാവും രക്ഷയിൽ പങ്കാളിയാണ് എന്ന ധ്വനി വന്നാൽ യേശുവിന്റെ രക്ഷയുടെ അനന്യതയെ അത് കുറച്ചു കാണിക്കും. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. ക്ലിയറായോ? വല്ല തെറ്റുണ്ടോ? വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. പ്രബോധനത്തിന് അവകാശമുള്ള അമ്മ തിരുസഭ തന്റെ മക്കളോട് പറയാണ്, മക്കളെ, ആ ടൈറ്റില് നിങ്ങൾ ഒരുപാട് പേര് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത് വേണ്ട. എന്തുകൊണ്ട് വേണ്ട? ഈശോയുടെ ഏക രക്ഷയുടെ മധ്യസ്ഥൻ എന്ന സ്ഥാനത്തെ സംശയ സൃഷ്ടിയോടെ കാണാൻ ഈ മാതാവും യേശുവും കൂടെ ചേർന്നാണ് ലോകം രക്ഷിച്ചത് എന്ന ധ്വനി വരും. അത് യേശുവിന്റെ രക്ഷയുടെ യുണീക്ക്നെസ്സിനെ, രക്ഷകൻ എന്ന യേശുവിന്റെ അനന്യതയെ ചോദ്യം ചെയ്യാൻ ചില ആളുകളെങ്കിലും ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് തെറ്റിദ്ധാരണാജനകമായി ഈ ടൈറ്റിൽ വേണ്ട. ക്ലിയറായോ? നമ്മളെ രക്ഷിച്ചത് യേശുവാണ്, അതിനകത്ത് വേറെ ആർക്കും ഒരു റോളും ഇല്ല. രക്ഷയിൽ സഹകരിച്ചവരുണ്ട്, പക്ഷെ രക്ഷയുടെ സമ്പൂർണ്ണ അവകാശം ആർക്കാണ്? യേശുവിനാണ്. ഭർത്താവും ഭാര്യയും കൂടി ഇവിടെ വന്നിട്ട് അവളിങ്ങനെ ഏന്തി നിൽക്കുകയാണ് എന്നോട് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ ഇവൾ വന്നപ്പോഴത്തേക്ക് പക്ഷേ എന്തൊരു പേയാണല്ലോ പരിപാടി എന്ന് അപ്പോൾ ഉടനെ ഞാൻ ചീട്ടിട്ട് നോക്കിയപ്പോൾ 15 ദിവസം ആയിട്ടുള്ളൂ ഉടമ്പടി എടുത്തിട്ട്. അച്ഛനെ കാണാനുള്ള ചീട്ട് അവളെ അവിടെ നിന്ന് ഒപ്പിച്ച്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ കളി കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് കള്ളക്കണ്ണീരാണെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു, നീ നിന്റെ പത്രം തേനി, നിന്റെ പത്രം ഇരിപ്പുണ്ട്, അല്ല വരി വെച്ചിരിക്കണേ, പൂട്ടിയിരിക്കുക, എന്നെ കളാതിരിക്കുക, പൊടിയെന്ന്. അപ്പോൾ അതിനെ പൊക്കി വിട്ടു ഭർത്താവിനും ഭാര്യനെ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവൾ ദൈവത്തെ പറ്റിക്കുകയാണ് സ്ഥിതി ചെയ്യണേ. ഉടമ്പടി എടുത്തപ്പോൾ അവർക്ക് തിഷ്ഠത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് ആൾക്കാരെ മുടന്തിയായിട്ടുള്ള മക്കൾ പോലെ ഉടമ്പടി എടുത്തിട്ട് മുടന്തി കൊണ്ടുപോയി 3 ദിവസത്തിന് 10 എല്ലാം കൊടുത്തിട്ടുള്ള ഉടമ്പടി സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നല്ല ആരോഗ്യമുണ്ട്. പക്ഷേ ഇവളുടെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി എനിക്ക് അറിയാവുന്നവർക്ക് കണ്ടു കൊടുക്കണ്ടേ, അറിയാൻ പാടില്ലാത്തവർ കൊടുത്താൽ അവർ വല്ലതും എന്നെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പം നമ്മുടെ വീട്ടിൽ ചോറ് തന്നില്ലെന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിൽ പോയി നക്കാൻ പോയിട്ടില്ല, അതാ വിഷയം. അത് പ്രശ്നമാണ്. നിങ്ങൾ മാതാവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന 4 വിശ്വാസത്യങ്ങൾ AD 431 മാതാവ് ദൈവത്തിന്റെ അമ്മയാണെന്ന് സഭ പഠിപ്പിച്ചു. പിന്നീട് 649 മാതാവ് നിത്യം കന്യകയാണെന്ന് പഠിപ്പിച്ചു. പിന്നെ 1854 മാതാവ് അമലോത്ഭവയാണെന്ന് പഠിപ്പിച്ചു. 1950 മാതാവ് സ്വർഗാരോപിതയാണെന്ന് പഠിപ്പിച്ചു. അപ്പം അത് 1950 നവംബർ 1-ാം തീയതിയാണ് മുനിഫിച്ചെന്തിസിമുസ് ദേവൂസ് എന്ന ഡോക്യുമെന്റ് വഴി മാതാവ് സ്വർഗാരോപിതയാണെന്നുള്ള ആ സത്യം സഭയെ പഠിപ്പിച്ചത്. അതിന് 75 വർഷം പൂർത്തിയായി. അപ്പം അതിനോടനുബന്ധിച്ച് ഇങ്ങനെ സഭയിൽ ഇങ്ങനെയുള്ള പഠനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഫ്രാൻസിസ് പാപ്പയുടെ കാലഘട്ടത്തിൽ പറഞ്ഞു, മാതാവ് സഹരക്ഷകയല്ല. മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തെറ്റുപറ്റും. യേശു ഏകരക്ഷകൻ എന്ന ആ കാര്യത്തിൽ തെറ്റുപറ്റും. അതുകൊണ്ട് മാതാവിന് ആവശ്യമില്ലാത്ത അവദാനങ്ങൾ ചാർത്തിക്കൊടുക്കരുത് എന്ന് ഇന്നലെ ലയോ 14 പാപ്പ കത്തോലിക്ക സഭയോട് പറഞ്ഞു. പലരും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗം, മാതാവ് സകല കൃപകളുടെയും മധ്യസ്ഥയാണ് എന്ന പ്രയോഗം. ഇങ്ങനെ മധ്യസ്ഥ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാവോ എന്നറിയില്ല, കത്തോലിക്ക സഭയിൽ ദൈവത്തിന് കൊടുക്കുന്നത് ആരാധനയാണ്, വർഷിപ്പ്. അതിന് ലാറ്റിൻ വാക്ക് പറയുന്ന ലാട്രിയ എന്നാണ്. ലാട്രിയ. നിങ്ങൾ
ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണും. LATRIA, ലാട്രിയ. ലാട്രിയ ദൈവത്തിന് കൊടുക്കുന്നത് ലാട്രിയ ആണ്. ഇനി മാതാവിന് കൊടുക്കുന്നത് വെനറേഷനാണ്. അതിന് പറയുന്നത് വിശുദ്ധരില് ഏറ്റവും കൂടുതൽ വണക്കം കൊടുക്കുന്നത് മാതാവിനാണ്. അതുകൊണ്ട് അതിവണക്കം എന്ന് മലയാളത്തിൽ പറയും. ലാറ്റിനില് ഹൈപ്പർദൂളിയ. ഹൈപ്പർദൂളിയ, ദൂളിയ എന്നുള്ള വാക്കം DULIA, ദൂളിയ, ഹൈപ്പർദൂളിയ. യൗസേപ്പ് പിതാവിന് ഫ്രാൻസിസ് പാപ്പ തന്നെ പഠിപ്പിച്ചു, ആദ്യ വണക്കം യൗസേപ്പ് പിതാവിനും കൊടുക്കണം. അത് പ്രോട്ടോദൂളിയ. പ്രോട്ടോദൂളിയ. മറ്റു വിശുദ്ധർക്ക് വെറും ധൂളിയ, ധൂളിയ എന്നുള്ള വാക്ക് മാത്രം. അപ്പോൾ ചില ഇടങ്ങളിലൊക്കെ വിശുദ്ധർക്ക് ഇങ്ങനെ കുറെ പ്രാധാന്യം കൊടുക്കുന്നു. ദൈവത്തിന് കൊടുക്കേണ്ട ആട്രിബ്യൂട്ട് എടുത്തിട്ട് അത്ഭുത പ്രവർത്തകൻ, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ ചേരുവകകൾ എടുത്ത് വിശുദ്ധർക്ക് കൊടുക്കുന്നു. വിശുദ്ധര് ദൈവമല്ലല്ലോ, മാതാവ് ദൈവമല്ല. അപ്പൊ അതാണ് മാതാവിനെ ദൈവത്തെ പോലെ ആക്കുന്ന ഒരു രീതി സഭയിൽ കണ്ടു തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോ ലയോ 14 പാപ്പ അടിവരയിട്ട് പറഞ്ഞു TDF, അത് ഡെക്കാസ്റ്ററി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ദ ഫെയ്ത്ത്. അതിലൂടെ ഈ ഒരു തിരുവെഴുത്ത് അത് സഭയുടെ ഡോക്യുമെന്ററി, ഡോക്ട്രിൻ, ക്രിസ്റ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ പലർക്കും അത് മനസ്സിലായി. ഇന്നലെ ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, അച്ഛാ ഇതെന്താണ്, എൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥയാണ്, അയ്യോ ഇതൊക്കെ കേൾക്കും എനിക്കാകെ ഇത് സങ്കടമായി, മാതാവ് മധ്യസ്ഥയല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിനും മനുഷ്യർക്കുള്ള ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. നമുക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി മരിച്ചത് യേശുക്രിസ്തുവാണ്. ഇനി മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 90% ഈശോയ്ക്ക്, 10% മാതാവിനോ? അത് ശരിയാകില്ല. മാതാവ് പോലും അത് ആഗ്രഹിക്കുന്നില്ല. മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% മാതാവിന് കൊടുക്കേണ്ടി വരും. അങ്ങനെയല്ല. മാതാവല്ല നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്, യേശുക്രിസ്തുവാണ് കുരിശിൽ മരിച്ചത്. അതുകൊണ്ട് യേശുക്രിസ്തു വഴിയാണ് നമുക്ക് രക്ഷ. ഇത് നമ്മൾ ഏറ്റുപറയണം. ഇത് മാതാവ് ഏറ്റുപറഞ്ഞിട്ടുണ്ട് കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട്. അതുകൊണ്ടാണ് മാതാവിനെ ഇങ്ങനെ ഉയർത്തിയത്. പ്രിയ ദൈവ പൈതലേ, നീയും നിന്റെ കുർബാനർപ്പണം വഴി, കുർബാന സ്വീകരണം വഴി, കുംഭസാരം വഴി ആകാശത്തിൻ കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് നീ പറയണം, നീ പ്രഘോഷിക്കണം. നിനക്ക് ഇത് ഏറ്റുപറയാൻ വേറൊരു ചാൻസ് ഇല്ല. കുർബാന അർപ്പണം, കുർബാന സ്വീകരണം, കുംഭസാരം ഇതുവഴിയല്ലാതെ നിനക്ക്, പ്രിയ ദൈവ പൈതലേ, നിനക്ക് സുവിശേഷ പ്രഘോഷണം ആളുകളുടെ മുമ്പിൽ പോയി പറയാൻ സാധിക്കുമോ? കൃത്യമായിട്ട് മരിയോളജി, ക്രിസ്റ്റോളജി എന്താണെന്ന് പഠിക്കാതെ എങ്ങനെ നിനക്ക് മനസ്സിലാവും? അതിന്റെ അടിസ്ഥാനമില്ലാതെ നിനക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷെ നിനക്ക് കുർബാന അർപ്പണത്തിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ നിനക്ക് നിന്റെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കാൻ സാധിക്കും, യേശുക്രിസ്തു ഏക രക്ഷകനാണ്. അതാണ് നടപടി പുസ്തകം 4:12 പത്രോസ് വിളിച്ചു പറഞ്ഞു. തള്ളിപ്പറഞ്ഞവൻ, എനിക്കവൻ അറിയാലെന്ന് പറഞ്ഞവൻ 10 മടങ്ങ് തീഷ്ണതയോടെ വിളിച്ചു പറഞ്ഞു, ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതിൽ വെള്ളം ചേർക്കരുത്. നമ്മൾ മാതാവിന് കുറച്ച് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണ്. നമ്മൾ ദുരാചാരങ്ങളുടെ പുറകെ പോയാൽ, ആ വസ്തുക്കളിലും രക്ഷയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണ്. അതാണ് ഈ പ്രവണത വന്നതുകൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് പഠിച്ചേ പറ്റൂ, നമ്മളത് വിശ്വസിച്ചേ പറ്റൂ, നമ്മളത് പ്രഘോഷിച്ചേ പറ്റൂ. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടുവല്ലോ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഇന്ന് സാത്താൻ്റെ വഴിയിൽ പോകുന്നുവെന്ന് കണ്ടുവല്ലോ. അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാനിരിക്കുന്ന തിരുവചനം, പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങൾക്കത് പറഞ്ഞു തരുവാനിരിക്കുന്നു. നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധാപൂർവം ഇത് കേൾക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുവാൻ സാധിക്കും. സാത്താൻ്റെ കെണിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്രാപിക്കുവാനും സാധിക്കും. സ്തോത്രം. അതിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്ക് ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗപിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. സ്വർഗപിതാവേ, അങ്ങയുടെ വചനം ധ്യാനിക്കുവാൻ പോകുന്നു.
പിതാവേ, അങ്ങയുടെ വചനം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ധ്യാനിക്കുവാൻ കൃപ നൽകണമേ. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങളെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവെ എൻ്റെ നാവുകൾക്ക് ബലം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവേ. ഈ തിരുവചനം കേൾക്കുന്ന എല്ലാ മക്കളും രക്ഷിക്കപ്പെടണം. എല്ലാ മക്കളും ദൈവമക്കളായി തീരണം. എല്ലാവരും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരണം പിതാവേ. സാത്താൻ്റെ കെണിയിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാവരും ആ സാത്താൻ്റെ കെണിയിൽ നിന്ന് വിടുവിക്കപ്പെടണം. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഹത്വവും മാനവും പുകഴ്ചയും സ്തോത്രമെല്ലാം അങ്ങേക്കുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ എൻ്റെ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ സുവിശേഷ ഭാഗങ്ങളിലൊക്കെ ശക്തമായി കർത്താവിൻ്റെ തിരുവചനത്തെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റെടുക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കും. അതിൽ ഒരു സംശയവുമില്ല. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ നാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും വർഷകാലം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ഏകദേശം 2000, ഇപ്പോൾ ഇതാ 2025 തീരാറായി. അപ്പോൾ ഇത്രയും കാലം സാത്താൻ മനുഷ്യനെ എത്രമാത്രം പറ്റിച്ച് അവരിലേക്ക് പ്രവേശിച്ച് അവരെ വഞ്ചിച്ചു വച്ചിരുന്നുവെന്ന് നാം ഈ തിരുവചനത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് ആദാമിൻ്റെ കാലത്ത് പാമ്പിൻ്റെ ഉള്ളിലേക്ക് അവൻ പ്രവേശിച്ചു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം അവൻ തന്ത്രപൂർവം പുരോഹിതന്മാരുടെ ഉള്ളിലേക്ക് കയറി. അവൻ്റെ ആത്മാവ് അവൻ എവിടെ വേണമെങ്കിലും പ്രവേശിക്കും. അത് അവൻ്റെ വഴിയിൽ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആരെങ്കിലും സഞ്ചരിക്കുന്നുവെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും അവൻ. അതിൽ ഒരു സംശയവുമില്ല. അങ്ങനെയാണ് പുരോഹിതന്മാരുടെ ഉള്ളിലേക്ക് കയറി അന്ന് ഈ മറിയയുടെ പേരുകൊണ്ട് അവൻ ഈ ഭൂമിയിൽ അവൻ്റെ സ്ഥാനം പിടിക്കുവാൻ നോക്കിയത്. നാം ഓരോരുത്തരും അറിയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇനി അവൻ തലപൊക്കുമെന്നോ? ഇല്ല, ഇനി അവൻ തലപൊക്കത്തില്ല. കാരണം എന്തെന്നറിയാമോ? ആ രഹസ്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു കള്ളൻ അവൻ പല പ്രാവശ്യം ഒരു സ്ഥലത്തിൽ മോഷ്ടിക്കാൻ പോകുന്നെന്ന് വെച്ചോളി. പല പ്രാവശ്യം അവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവനാരും പിടിക്കത്തില്ല. ആരാണ് മോഷ്ടിക്കുന്നുവെന്നും അറിയാനും പാടില്ല. അതുകൊണ്ട് ആ കള്ളനെ പിടിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഒരു ദിവസം അവൻ പിടിപെടും. പിടിപെട്ടതിന് ശേഷം അവൻ പിന്നെ ആ സ്ഥലത്തിലേക്ക് പോവില്ല. അവൻ പിന്നെ കക്കില്ല. അവൻ പിന്നെ ആ സ്ഥലത്തിൽ മോഷ്ടിക്കാൻ അവൻ പോകത്തില്ല. കാരണം അവിടെ പോയാൽ എല്ലാവർക്കും അറിയാം ഇവൻ കള്ളനാണെന്ന്. അതുപോലെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മറിയയുടെ പേര് വച്ച് പുരോഹിതന്മാരിൽ കൂടെ അവൻ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരുന്നു. ആർക്കും ഈ രഹസ്യം അറിയില്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് തക്ക സമയം ഇത് വെളിപ്പെടുത്തി തന്നത് അവരിൽ കൂടെ തന്നെയാണ്. കാരണം ദൈവത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ പ്രശസ്തമായത്. ദൈവത്തിൻ്റെ അമ്മ. അപ്പോൾ ദൈവത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനത്തിലേക്കാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ സ്വർഗത്തിലേക്ക് കയറി വലിയവനാകും. ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരിയായി അവൻ്റെ സിംഹാസനത്തെ സ്ഥാപിക്കും. അവൻ വലിയവനാകും, ദൈവത്തെക്കാൾ വലിയവനാകും എന്നാണ് അവൻ്റെ ഉള്ളിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് അവനെ വെട്ടി താഴെ എറിഞ്ഞത്. അവനെ സ്വർഗരാജ്യത്തിൽ നിന്ന് നീക്കിയത്. അവൻ ഈ ഭൂമിയിൽ മനുഷ്യനെ വഞ്ചിച്ചതും സാത്താൻ എന്ന് പറയുന്ന പേരിൽ അവനായതും പ്രധാന ദൂതനാണവൻ. അതൊക്കെ ഞാൻ ഒരുപാട് ഭാഗങ്ങളിൽ അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വീണ്ടും അതിനെ ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14:12 അവൻ അത് പറഞ്ഞത്. അത് സാത്താൻ്റെ ആ കുടിലതന്ത്രമാണ്. അപ്പോൾ ആ തന്ത്രത്തെ മറിയയിൽ കൂടെയാണ് അവൻ നിവർത്തിച്ചത്. കാരണം യേശുവിൻ്റെ അമ്മയാണ് ഈ ഭൂമിയിൽ, യേശുവിൻ്റെ അമ്മ. എന്നാൽ യേശു ക്രിസ്തു സർവശക്തനായ ദൈവം, ആദിയിലുണ്ടായിരുന്നവനും അന്നും ഇന്നും ഉള്ളവനും എപ്പോഴുമുള്ള പിതാവാണ്. അവൻ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവനാണ്, പുത്രൻ്റെ രൂപത്തിൽ. അപ്പോൾ ആ ഒരു പേര് വെച്ചിട്ടാണ് മറിയയുടെ പേരെടുത്തുകൊണ്ട് അവൻ പുരോഹിതന്മാരിലേക്ക് കയറി അവരിൽ കൂടെ ഈ ഭൂമിയിൽ
ദൈവത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സ്ഥാനം പിടിക്കാൻ നോക്കിയത്. എന്നാൽ അത് വെളിച്ചത്തിലായി. അവൻ്റെ തന്ത്രം വിജയിച്ചില്ല. എവിടെയാണ് അവൻ കയറിയോ അവിടെ നിന്ന് തന്നെ പോപ്പ് ലിയോ 14 വ്യക്തമായി പറഞ്ഞു, മറിയ മധ്യസ്ഥ അല്ല. അത് ചെയ്യരുത്, തെറ്റാണ്. ആരും അത് ചെയ്യരുത്, തെറ്റാണ്. നമ്മുടെ രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് വ്യക്തമായി പറഞ്ഞത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് നാം കഴിഞ്ഞ സുവിശേഷ ഭാഗങ്ങളിലൊക്കെ നാം ചിന്തിച്ചു വരികയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിപ്പെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കർത്താവ് വെളിപ്പെടുത്തുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ അതിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു. സംഹാരദൂതനാണ് അടുത്ത് വരാൻ പോകുന്നുവെന്ന്. സംഹാരകൻ, അവൻ സംഹരിക്കുക, കൊല്ലുക എന്നുള്ളത് തന്നെയാണ് ആ സംഹാരദൂതൻ്റെ ഉദ്ദേശം. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഓരോരുത്തർ മനസ്സിലാക്കണം, ഒരിക്കൽ ഈ ഭൂമിയിൽ കൊറോന എന്ന് വന്നു. കൊറോന. അപ്പോൾ ആൾക്കാർ മുഖംമൂടിയെല്ലാം ധരിച്ച് അങ്ങനെ പല പല രീതിയിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി. എന്നാൽ വന്നപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു. അത് എവിടെയെല്ലാം വന്നു? ഒരിടത്തല്ലല്ലോ വന്നത്, ലോകം മുഴുവനും ഈ കൊറോന ബാധിച്ചു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങൾക്കറിയാമോ വേദപുസ്തകത്തിൽ എവിടെയാണ് ഈ കൊറോനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന്? കൊറോന വന്നു പോയി, ആൾക്കാർ ചത്തു. എന്നാൽ ഈ വേദപുസ്തകത്തിൽ അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ, വേദപുസ്തകത്തിൽ എവിടെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവെന്ന്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഇത് നിങ്ങൾ നേരത്തെ നിങ്ങൾക്കത് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഇല്ല എങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളുക. ഇനി വരാൻ പോകുന്ന കാര്യത്തെയും ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുവാനിരിക്കുന്നു. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം അതിൽ 4-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 6:4 ഇതാ. ഇതിൽ 3 പറയുന്നു, ഒരു മുദ്ര പൊട്ടിക്കുന്നതാണ്. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. 4 പറയുന്നു, അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. ചുവന്ന കുതിരയാണത്. അത് ചുവപ്പെന്ന് പറയുന്നത് ഡേഞ്ചർ. അതിന് ചുവപ്പെന്ന് പറഞ്ഞാൽ ഡേഞ്ചർ എന്നാണ്. അത് രക്തം കണ്ടിട്ട് പോകുന്നതാണ് ചുവന്ന കുതിര. അതിൻ്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിനും അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. ഇവിടെ നാം മനസ്സിലാക്കണം, മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ. കൊറോന എങ്ങനെ വന്നു? ഒരു മനുഷ്യൻ അടുത്തു പോയി, ആ മനുഷ്യനിൽ കൂടെ അടുത്തു പോയി, ഇങ്ങനെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നുകൊണ്ട് നടന്നു. ശരിയല്ലേ? ഈ തിരുവചനം ഒന്ന് ധ്യാനിക്കുക നിങ്ങൾ വീട്ടിലിരുന്ന്. ശരിയാണോ തെറ്റാണോ എന്ന്. 2000 വർഷങ്ങൾക്ക് മുമ്പേ എഴുതി തന്നിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തി തന്ന ജീവൻ്റെ വചനമാണ് പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളെ. കർത്താവിൻ്റെ ജീവനുള്ള വചനമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പേ കർത്താവ് ഇത് പറഞ്ഞു, ഇത് സംഭവിക്കും. സംഭവിച്ചു. മനുഷ്യർ അന്യോന്യം കൊന്നു. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് ഇങ്ങനെ മാറി മാറി എല്ലാ മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനിൽ കൂടെ തന്നെ മനുഷ്യനെ അന്യോന്യം കൊന്നു. ഒടുക്കാൻ മുഖംമൂടിയൊക്കെ ധരിച്ചതും മനുഷ്യൻ ജീവിച്ച ഇങ്ങനെയാണ് കൊറോന ഈ ലോകത്തിൽ വന്നു പോയി. മനുഷ്യൻ്റെ സമാധാനം കെടുത്തു കളഞ്ഞു. ഒരു വിവാഹം നടത്തുവാൻ പറ്റിയില്ലായിരുന്നു. ആരാധനാലയങ്ങൾ പൂട്ടി. ആരാധനാലയം പൂട്ടി. ഇതിനെ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലൊക്കെ അങ്ങ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആരാധനാലയങ്ങളെ പൂട്ടി. വിവാഹത്തിൻ്റെ കാര്യങ്ങളെ ശരിക്ക് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യന് സ്വസ്ഥമായി സഞ്ചരിക്കാൻ പറ്റത്തില്ല. ഭയം, ഉള്ളിൽ ഭയമാണ്. ഞാൻ പുറത്തു പോയാൽ കൊറോന വന്ന് കയറുമോ എന്നുള്ള ഒരു ഭയം. പുറം നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരണമെങ്കിൽ അതിന് സാധിക്കുകയില്ല. എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം, നേരെ പുറത്തു വിടത്തില്ല.
15 ദിവസം പുറത്തു വിടത്തില്ല, അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ബുദ്ധിമുട്ടു. മനുഷ്യൻ്റെ സമാധാനം കെടുത്തു കളഞ്ഞു. ഇല്ലേ, മനുഷ്യൻ്റെ സമാധാനം കെടുത്തു കളഞ്ഞു ആ കൊറോണ എന്ന സംഭവം. ഇത് വേദപുസ്തകത്തിൽ എഴുതിയിരുന്ന ഈ കാര്യമാണ് നിവൃത്തിയായത്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് വരവ് അടുത്തിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം തിരുവചനം നിവൃത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എപ്പോൾ എങ്ങനെയെന്ന് പറയാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു, നോഹയുടെ കാലം പോലെ പെട്ടെന്ന് സംഭവിക്കും, കണ്ണിമയ്ക്കും നേരത്തിൽ എന്നാണ് പറഞ്ഞത്. കണ്ണ് നിമിക്കും നേരത്തിൽ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കണ്ണിമയ്ക്കും നേരത്തിൽ ഇത് സംഭവിക്കും കർത്താവ് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. അത് സംഭവിച്ചു. അന്യോന്യം മനുഷ്യനെ കൊന്നിട്ട് അത് പോയി. സ്തോത്രം. അടുത്തതായി നാം താഴോട്ട് നോക്കുമ്പോഴാണ് 3-ാം മുദ്ര പൊട്ടിക്കുന്നത്. അതിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്ഷാമം. പാകിസ്ഥാൻ എന്ന നാടുകളിലൊക്കെ ഗോതമ്പിനൊക്കെ ഭയങ്കര തീവിലയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് ഒരു നിബന്ധനയുണ്ട്. അതിന് ഇതുവരെ ഒരു കേട് വന്നിട്ടില്ല. എന്നാൽ ഗോതമ്പ് ക്ഷാമം ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഈ ക്ഷാമമല്ല, ഇനിയും ശക്തമായ ക്ഷാമം, ദാരിദ്ര്യം ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് പ്രിയമുള്ളവരെ പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞു. ഇത് പൊട്ടിച്ചായി. ഈ മുദ്ര പൊട്ടിച്ചു കഴിഞ്ഞു. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി പൊട്ടിക്കാൻ പോകുന്നതാണ് 4-ാം മുദ്ര. അടുത്തതാണ് 4-ാം മുദ്ര. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മുദ്രയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ സംഹാരദൂതൻ വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തന്നത് സംഹാരദൂതൻ വരുന്നത്. ഈ സംഹാരദൂതൻ്റെ പിടിയിൽ അകപ്പെടുന്നത് ഈ വിഗ്രഹാരാധികളാണ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് വിഗ്രഹങ്ങളെ സേവിച്ചുകൊണ്ട് നടക്കുന്ന ആരും രക്ഷപ്പെടത്തില്ല. ഈ സംഹാരദൂതൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടത്തില്ല എന്ന് ഞാൻ തീർത്തും നിങ്ങളോട് പറയുകയാണ്. പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങൾക്കത് പറഞ്ഞു തരുന്നു. ഈ ഭാഗം യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ മുൻകൂട്ടിയേ അത് പറഞ്ഞിട്ടുമുണ്ട്. മുൻകൂട്ടിയേ. എന്നാൽ നിങ്ങൾ വിഗ്രഹത്തെയെല്ലാം ഇടിച്ച് ഉടച്ച് കളയും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഈ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മറിയരെ വിഗ്രഹത്തെ ദേവാലയങ്ങളിൽ വച്ചിരിക്കുന്ന ഓരോരുത്തരും ഈ വിഗ്രഹങ്ങളെയെല്ലാം ഇടിച്ചുടച്ച് കളയും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ആ തിരുവചന ഭാഗം ഞാൻ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് അത് കാണിച്ചു തന്നിട്ട് ഞാൻ ഇതിലേക്ക് മടങ്ങി വരാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 2:19-20 വാക്യം എടുത്തു വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 2:19-20 വാക്യം ഇതാ. ഇവിടെ പറയുന്നു, യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവർ അവൻ്റെ ഭയങ്കരത്വ നിമിത്തം അവൻ്റെ മഹിമയുടെ പ്രഭനിമിത്തവും പാറകളുടെ ഗുഹകളുടെയും മണ്ണിൽ പൊന്തുകളിലും കടക്കും. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ഭയങ്കരത്വ നിമിത്തവും അവൻ്റെ മഹിമയുടെ പ്രഭനിമിത്തവും പാറകളുടെ ഹക്വാരങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലുകളിലും കിടക്കേണ്ടതിന് തങ്ങൾ നമസ്കരിപ്പാൻ വെള്ളിയും പൊന്നും കൊണ്ട് ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ മനുഷ്യർ ആ നാളിൽ തുരപ്പനെലിക്കും നരിച്ചീലിനും എറിഞ്ഞുകളയും. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവിൻ, അവനെ എന്ത് വിലമതിപ്പാനുള്ളൂ? എന്ത് ചെയ്യുമെന്ന് അറിയാമോ? മിഥ്യാമൂർത്തികളെ, പൊന്നുകൊണ്ടുണ്ടാക്കിയ വെള്ളി കൊണ്ടുണ്ടാക്കിയ എല്ലാ വിഗ്രഹങ്ങളെയും മിഥ്യാമൂർത്തികളെയും എലികൾ തുരന്ന് എലികൾക്ക് പാർപ്പിടമായി തീരുമത്. നരിച്ചീരിനും, അതായത് തുരപ്പൻ എലികൾക്കും നരിച്ചീരിനും എറിഞ്ഞുകളയും. അതായത് ഈ വിഗ്രഹങ്ങളെയെല്ലാം എടുത്ത് ഉടച്ച് എറിഞ്ഞുകളയും. ഇത് പ്രവചന വാക്കാണ്. ഇത് സംഭവിക്കുന്ന കാര്യവുമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ കത്തോലിക്ക സഹോദരങ്ങളെ, സഹോദരിമാരെ,
ഈ കൃപാസനം എന്ന് പറയുന്ന സ്ഥലത്തും വേളാങ്കണ്ണി എന്ന് പറയുന്ന സ്ഥലത്തും കത്തോലിക്ക സഭകളിലും നിങ്ങൾ വാർത്ത് ഉണ്ടാക്കി വച്ച് പൂജിക്കുന്ന സാത്താൻ്റെ കുടിലതന്ത്രത്തിന് അടിമയായി നിങ്ങളെ വഞ്ചിച്ചു വച്ചിരിക്കുന്ന, നിങ്ങൾ വാർത്തുണ്ടാക്കി വച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ നിങ്ങൾ തന്നെ എടുത്ത് ഉടച്ചു കളയും എന്ന് പരിശുദ്ധാത്മാവ് മുൻകൂട്ടിയേ പറഞ്ഞിട്ടുണ്ട്. മുൻപ് കൂട്ടിയേ പറഞ്ഞിട്ടുണ്ട്. ഇത് നിവർത്തിയാകാൻ പോകുന്നു. സാത്താൻ്റെ കുടിലതന്ത്രം ഇനി ജയിക്കത്തില്ല. മറിയ എന്ന് ഇനി സാത്താൻ തല പൊക്കത്തില്ല. മറിയ ദൈവത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സാത്താൻ തല പൊക്കത്തില്ല. ഇന്ന് കൃപാസനത്തിൽ അത് നടത്തുന്ന യോസേപ്പ് അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആ വ്യക്തിയുടെ ആ സംസാരത്തിൽ സാത്താൻ എത്രമാത്രം പ്രവർത്തിക്കുന്നുവെന്ന്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ എടുത്ത് കേൾക്കുക. ഒരു പൈശാചിൻ്റെ സംസാരം, പൈശാചികൻ്റെ ആ സ്ഥലം പണം സമ്പാദിക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പേ വേളാങ്കണ്ണി പണം സമ്പാദിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾ മൂഢത പിടിച്ചത് ജനങ്ങൾ അതിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ അതിനെ വിഗ്രഹത്തെ പോയി തൊട്ട് ചുംബിച്ച് അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി അവർ നമസ്കരിക്കുകയാണ്. തങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. ഇവരെ നടത്തുന്ന, ഇവരെ ഇത് കൊണ്ട് ചെയ്യിക്കുന്ന ഈ പുരോഹിതന്മാർ എന്ന് പറയുന്നവർ, സാത്താന് വേണ്ടി ജോലി ചെയ്യുന്നവർ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവർക്ക് വരാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത ശിക്ഷയാണ്. ഇവർ ചിന്തിക്കും, ഈ ജനങ്ങളെയെല്ലാം ഇങ്ങനെ പറഞ്ഞു പറ്റിച്ച് ഇവരുടെ കയ്യിൽ നിന്ന് കുറേ പണങ്ങളെ മണ്ണ് അവർ മണ്ണ് മാന്തി കൊണ്ടുപോകും, കുറേ എണ്ണ വാങ്ങിക്കൊണ്ടുപോകും, അവിടെയുള്ള ചീല അമ്മയ്ക്ക് ഉടുത്ത സാരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേലം, ഇങ്ങനെ അവിടുത്തെ വിഗ്രഹങ്ങൾക്ക് ഉടുത്ത സാരി അതിനൊക്കെ കൊണ്ടുവച്ച് ലേലം വിടുകയാണ്. ലേലം വിളി അത് ആ ഭാവമൊക്കെ നിങ്ങൾ കാണണം. ലേലം ഇടുമ്പോൾ അമ്മയ്ക്ക് പോർത്തിയതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ലേലം. അവിടെ ഉള്ള ജനങ്ങളെല്ലാം, മൂഢജനം അതിനെ വാങ്ങി എത്ര വില കൂടിയാലും കുഴപ്പമില്ല വാങ്ങിക്കൊണ്ട് പോവുകയാണ്. അതുപോലെ തന്നെ ആ വിഗ്രഹത്തിൻ്റെ മേൽ ഇങ്ങനെ തൊട്ട് ചുംബിക്കുന്നത് നിങ്ങൾ കാണുവാൻ സാധിച്ചു. ഇതെല്ലാം പൈശാചിൻ്റെ പ്രവൃത്തിയാണ്. സാത്താൻ ഇവരിലേക്ക് പ്രവേശിച്ച് ഇവരെ കൊണ്ട് ഈ ജനങ്ങളെ ഇങ്ങനെ ചെയ്യാൻ വയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനമാണിവർ. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നു, ഈ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികൾ ഒരു ദിവസം വളരെ 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 വേദനയ്ക്ക്, വളരെ ദുഃഖത്തിനും ദുരിതത്തിനും അടിമയായി പോകും എന്ന് ഈ പ്രവചന വാക്കുകൾ എല്ലാം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ എല്ലാവരും പറയും, ഇതെന്തുകൊണ്ട് സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു, ഇതെന്തിന് സംഭവിക്കുന്നു. ഇത് പറയാനേ ഇവർക്ക് നേരമുള്ളൂ. ദൈവം പറഞ്ഞ വഴിയിൽ സഞ്ചരിക്കാൻ ഇവർക്ക് നേരമില്ല. ദൈവം പറഞ്ഞ വഴിയിൽ ഞാൻ പോകണം, ഇത് ചെയ്യുന്നത് തെറ്റാണ്. രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു, ആ കർത്താവിനെ നമ്മൾ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ സേവിക്കണം, ആരാധിക്കണം എന്ന് ചിന്തിക്കാതെ എന്തെങ്കിലും ഒന്ന് വരുമ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു, ഇങ്ങനെ എന്ത് വന്നു, ഇത് എന്തിന് ചെയ്യുന്നു, ദൈവം ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു. ദൈവം മുൻകൂട്ടിയേ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇത് സംഭവിക്കും, നീ ഇതിൽ പോകരുത്, ഇത് തൊട്ടാൽ നിനക്ക് ശാപമാണ്, ഇതിൽ കൂടെ നിനക്ക് രക്ഷയില്ല എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ഇസ്രായേൽ ജനത്തെ നടത്തുന്ന സമയത്ത് പോലും മോശയോട് കർത്താവ് പറഞ്ഞതാണ്, നീ മാറ്, ഈ ജനത്തെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞ് വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി വെച്ചപ്പോൾ അവിടെ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, മോശെ പറഞ്ഞു, നിങ്ങൾ ഇവരെ കൊന്നുകളവിൻ, അത് ആരെന്ന് നോക്കണ്ട, ഈ പ്രവൃത്തി ചെയ്തത് നിങ്ങളെ ഭവനത്തിൽ ആരായിരുന്നാലും ശരി അവരെ കൊന്നുകളയാനാണ് പറയുന്നത്. പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും.
കാരണം ദൈവം ഏറ്റവും വെറുക്കുന്ന സംഭവമാണ് വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നുള്ളത്, വിഗ്രഹാരാധന ചെയ്യുക. എന്നാൽ ജനം അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അമ്മ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ കണ്ടുവല്ലോ എങ്ങനെയാണ് തൊട്ട് ചുംബിക്കുന്നു, ഇവരെ എങ്ങനെയാണ് സാത്താൻ വഞ്ചിച്ചു വച്ചിരിക്കുന്നു എന്ന് നാം ഒന്ന് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഇതിൽ അകപ്പെട്ടു പോകുന്നവരാണ് ഈ വിഗ്രഹാരാധന ചെയ്യുന്നവർ. ഇതിൽ ഇന്നാളെന്നില്ല. അവർ അതായത് ഇവർ ചെയ്യുന്ന പ്രവൃത്തി ധർമ്മവിരുദ്ധമായ പ്രവൃത്തിയാണ്. നമ്മുടെ കർത്താവിൻ്റെ മുന്നിൽ ധർമ്മവിരുദ്ധമായ പ്രവൃത്തി. അത് ചെയ്യുന്നത് കൊണ്ട് മനുഷ്യന് നാശമല്ലാതെ അതിൽ നിന്ന് ഒരു രക്ഷയുമില്ല. എല്ലാവരും പറയുമല്ലോ, പത്രോസ് പോലും ജനങ്ങളോട് ഇത് വ്യക്തമായി വിളിച്ച് പറയുകയാണ്. അത് നമുക്ക് കാണുവാൻ സാധിക്കും. 1 പത്രോസ് 4-ാമത്തെ അധ്യായം, 1 പത്രോസ് 4-ന്റെ 4-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് പത്രോസ് എഴുതിയിട്ടുള്ള ലേഖനമാണ്. വീഞ്ഞുകുടിയിലും വെറികുത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയതും മതി. ദുർനടപ്പിൻ്റെ അതേ കവിച്ചാലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വച്ച് അവർ ദുഷിക്കുന്നു. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത് എന്ന് പത്രോസ് ലീഗ ഇവിടെ വ്യക്തമായി പറയുകയാണ്. അതായത് ഈ വിഗ്രഹാരാധനയെ പറയുന്നത് ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും, ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധന പ്രിയമുള്ളവരെ, ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സംഭവമാണ് വിഗ്രഹങ്ങളെ ആരാധിക്കുക. ഞാൻ കഴിഞ്ഞ സുവിശേഷങ്ങളിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു, സാത്താൻ്റെ കുടിലതന്ത്രമായിരുന്നു അന്നത്തെ പുരോഹിതന്മാർ, പോപ്പ് എന്ന് പറയുന്ന വ്യക്തികളിൽ പ്രവേശിച്ച് ജനങ്ങളെ മറിയയെ ദൈവത്തിൻ്റെ അമ്മയായി അവതരിപ്പിച്ച് ഈ അമ്മയെ ആരാധിക്കാൻ അവർ തുണിഞ്ഞു. അവർ ഇത് ചെയ്തുകൊണ്ട് വരികയാണ്. അങ്ങനെയാണ് ഇന്ന് ജനം അമ്മ എന്ന് പറയുമ്പോൾ അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് കുടുങ്ങിക്കിടക്കുന്നു. പോപ്പ് ലിയോ പറഞ്ഞിട്ട് പോലും ഇവർക്ക് വിടാൻ മനസ്സില്ല. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ സുവിശേഷങ്ങളിൽ പറഞ്ഞു, അടുത്ത് വരാൻ പോകുന്നത് സംഹാരദൂതനാണ്. ഇതിൽ ചാകുന്ന ഒരു മനുഷ്യനും ഒരു വ്യക്തിയും സ്വർഗത്തിലേക്ക് പോകത്തില്ല. എല്ലാവരും പാതാളത്തിലേക്കാണ് പോകുന്നത്. ഞാൻ വീണ്ടും പറയാണ്, ഇതിൽ ചാകുന്ന ഒരു വ്യക്തിക്കും സ്വർഗരാജ്യം സ്വന്തമാക്കാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ പുറകെ പാതാളം കൂടെ ചേർന്നാണ് വരുന്നത്. ഞാനിതാ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. ഈ തിരുവചന ഭാഗം വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് വെളിപ്പെടുത്തി തരുന്നു. ഞാൻ കഴിഞ്ഞ സുവിശേഷങ്ങളിലൊക്കെ ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തന്നു. മക്കളെ, നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടോളുവിൻ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. രക്ഷപ്പെട്ടോളുവിൻ. കാരണം സംഹാരദൂതൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പോലെയല്ല. ഇന്നുവരെ ആരും ലോകം കണ്ടു കാണില്ല, കാണാത്ത ഒരു വലിയ സംഭവമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഏകരക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദത്തിൽ മുട്ടുമടക്കുക. അവൻ നമ്മളെ അതിൽ നിന്ന് രക്ഷിക്കും. ഇനി ഞാനത് വായിച്ച് കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം തൊട്ട് 7-8 വാക്യം. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്നു പേർ. ആ മഞ്ഞ കുതിരമേൽ ഇരിക്കുന്നവന് മരണം എന്നു പേർ. പാതാളം അവനെ പിന്തുടർന്നു. ഈ മരണത്തിൻ്റെ പുറകെ വരുന്നത് പാതാളമാണ്. പിന്തുടർന്ന് അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ
കാലംശത്തിന്മേൽ അധികാരം ലഭിച്ചു. നിങ്ങൾ വീട്ടിലിരുന്ന് ധ്യാനിച്ച് വായിക്കുക. മരണമെന്നാണ് ആ കുതിരമേലിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ് സംഹാരകനാണ്. അവൻ്റെ ജോലി കൊല്ലുക. വേറെ ഒരു പണിയുമില്ല, കൊല്ലുക. ആ സംഹാരകൻ്റെ പുറകെ വരുന്നത് പാതാളമാണ്. പാതാളം ഒരുമിച്ചാണ് വരുന്നത്. സംഹാരകൻ്റെ പുറകെ വരുന്നത് പാതാളമാണ്. എത്ര എണ്ണം ചാകുന്നുവോ ഈ ചാകുന്ന ആത്മാക്കളെയെല്ലാം പാതാളത്തിലേക്ക് കൊണ്ടുപോകും. ഈ ചാകുന്ന ഒരു വ്യക്തി പോലും രക്ഷപ്പെടത്തില്ല, എല്ലാം പാതാളത്തിലേക്ക് പോകും. ഞാൻ വീണ്ടും പറയുകയാണ്, പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ഈ വിഗ്രഹാരാധനയെ വിട്ട് ഓടുന്നില്ല എങ്കിൽ, ഈ വിഗ്രഹത്തെ വിട്ട് നിങ്ങൾ മനം തിരിയുന്നില്ല എങ്കിൽ, ഈ ദൈവത്തെക്കാൾ ഉപരിയായി നിങ്ങൾ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സ്ഥാനത്തെ എടുത്ത് മറ്റൊരാർക്കെങ്കിലും കൊടുക്കുമെങ്കിൽ, ദൈവം തൻ്റെ മഹത്വത്തെ വേറൊരു വ്യക്തിക്കും കൊടുക്കുവാൻ തയ്യാറല്ല. ദൈവം അത് ചെയ്യത്തുമില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയുന്നു, മരണമാണ് വരുന്നത്. മരണം, സംഹാരദൂതൻ വരുമെന്ന് ഞാൻ കഴിഞ്ഞ സുവിശേഷത്തിൽ പറഞ്ഞത് നിവൃത്തിയാകാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ 4-ാം മുദ്ര പൊട്ടിക്കാൻ പോകുന്നു. 4-ാം മുദ്ര പൊട്ടിക്കാൻ പോകുന്നു. അതിന് താമസമില്ല, പൊട്ടിക്കാൻ പോകുന്നു. പാതാളമാണ് അതിൻ്റെ പുറകെ ഉള്ളത്. ഈ മരണം കൊണ്ടുവരുന്നതെല്ലാം പാതാളത്തിലേക്കാണ്. അതിൽ നിന്ന് ഒരു ജഡം പോലും രക്ഷപ്പെടത്തില്ല. ഒരു ജഡം പോലും പാതാളത്തിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. പ്രിയമുള്ളവരെ, എല്ലാം പാതാളത്തിലേക്കാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ഈ മഹാമാരിയിൽ നിന്ന്, ഈ സംഹാരകൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് ദൈവത്തെ ആരാധിക്കുക, മഹത്വപ്പെടുത്തുക. അത് ഏതൊരു വ്യക്തി ആയാലും ശരി, ആരെയൊക്കെ കൊണ്ടുപോകും ഒന്നും പറയാൻ പറ്റത്തില്ല. ആരെയൊക്കെ കൊണ്ടുപോകുന്നു. ഈ വക മ്ലേച്ഛത ചെയ്യുന്നവർ എല്ലാവരും ഇതിൽ അടിമപ്പെട്ടു പോകും. നിങ്ങൾ പറയും, എൻ്റെ അമ്മ എന്നെ രക്ഷിക്കും, അമ്മ വന്ന് രക്ഷിക്കും. ഒരു അമ്മയും വരത്തില്ല. പിന്നെ പറയും, വിശുദ്ധന്മാർ, ഈ ഭൂമിയിൽ ജീവിച്ചു പോയവ വിശുദ്ധന്മാർ നമ്മളെ അങ്ങനെ രക്ഷിക്കാൻ വരുമെന്ന്. അവരും വരത്തില്ല, ആരും വരത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് ഇതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ സാധിക്കുക. ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ വിടുവിക്കും. ക്രിസ്തുവിൻ്റെ രക്തം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ വിടുവിക്കുവാൻ കഴിവുള്ളവൻ. അതുകൊണ്ട് ഇത് വരുന്നതിന് മുമ്പായി ഈ വിഗ്രഹാരാധനയെ വിട്ടു ഓടുവിൻ. അത് നിങ്ങൾ ആരായിരുന്നാലും ശരി, പുരോഹിതനായിരുന്നാലും ശരി, കന്യാസ്ത്രീമാരായിരുന്നാലും ശരി, അവരുടെ കൂടെ നടക്കുന്ന ഏത് ജനമായിരുന്നാലും ശരി, ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, രക്ഷപ്പെട്ടോളുവിൻ. അതുപോലെ ലോകത്തിലുള്ള സകല ജനത്തിനും, പ്രിയമുള്ളവരെ, ഈ സംഭവം ബാധകമായി തീരും. ലോകത്തിലുള്ള സകല ജനത്തിനും രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പോസ്തലനായ പത്രോസ് 4-ാമത്തെ അപ്പോസ്തല പ്രവൃത്തി 4-ൽ പറയുന്നത് പോലെ, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തു എന്ന ഏകനാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. പ്രിയമുള്ളവരെ, നമ്മളെ രക്ഷിക്കുവാൻ. എല്ലാവരും ചിന്തിക്കും, ഒരു ദിവസം മരിക്കണമല്ലോ. എന്നാൽ അവിടെയാണ് മനുഷ്യന് തെറ്റുപറ്റുന്നത് എന്ന് പലരും പറയുന്ന ഒരു കാര്യമെന്ന്. ഇനി നാളത്തെ കാര്യം ആര് കണ്ടു? എന്നാൽ കർത്താവായ യേശു ക്രിസ്തു, അപ്പോസ്തലനായ പൗലോസ് അവിടെ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, എന്നാൽ പിന്നെ നിങ്ങൾ തിന്നുക കുടിക്കുക, നാളെ ചാവുമല്ലോ, നല്ലതുപോലെ തിന്ന് കുടിച്ച് സൂഹിച്ച് നാളെ ചാവുമല്ലോ എന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചതും മരിച്ചതുമല്ല. ഇതിൽ ഏറ്റവും വിലപ്പെട്ടത് മരണമെന്ന് പറയുന്നത് അടുത്താണ്. നമ്മൾ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് എഴുന്നേറ്റ് അടുത്ത് വരുന്നതാണ് ന്യായവിധി. തിരുവചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മരിച്ചാലും ക്രിസ്തു നമ്മളെ വിളിച്ച് വേർതിരിച്ച് കൊണ്ടുചെന്ന് ന്യായവിധിയിൽ അവൻ നല്ലത് ചെയ്താൽ അവൻ
പർദീലസിലേക്ക് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ പാതാളത്തിൽ കൊണ്ടുപോയി അടയ്ക്കും. അന്നാണ് മുറവിളികൾ ഉണ്ടാവുക. ധനവാൻ പാതാളത്തിൽ കടന്ന് നിലവിളിച്ചതുപോലെ നിലവിളി ഉണ്ടാകും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ മഹാമാരി, ഈ സംഹാരം വരാൻ പോകുന്നു. ഞാൻ വീണ്ടും പറയുന്നു, വരാൻ പോകുന്നു. രക്ഷപ്പെട്ടുകൊള്ളുക. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. കൊറോണ വന്നു. കൊറോണ എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. മനസ്സിലാകാത്തവർ വീണ്ടും ഒരിക്കൽ കൂടെ എടുത്ത് അത് വായിച്ചു നോക്കുക. മനുഷ്യർ അന്യോന്യം കൊന്നു. ഇവിടെ രണ്ടാമത് മഹാമാരി, സംഹാരകൻ വരാൻ പോകുന്നു. ആ സംഹാരകൻ വരുമ്പോഴാണ് ഇത് സംഭവിക്കുക. മരണം, അവൻ്റെ മുകളിലിരിക്കുന്ന മരണമാണ്. കൊല്ലുന്നത് കർത്താവിനെതിരെ നിൽക്കുന്ന ആരൊക്കെയാണ് ഇതിൽ അടിമപ്പെടും എന്ന് പറയാൻ പറ്റില്ല. ആരൊക്കെ ഇതിൽ വീണുപോകുമെന്ന് പറയാൻ പറ്റില്ല. തുടങ്ങുന്നത് ദൈവസന്നിധിയിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്നാണ് തുടക്കം. സംഹാരകൻ്റെ പിടിയിൽ അകപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ വിശുദ്ധിയോടും ഭക്തിയോടും ഭൂമിയിൽ ജീവിക്കണം. വിശുദ്ധിയോടും ഭക്തിയോടും ജീവിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട്. അല്ലാതെ ഈ പൊട്ടന്മാർ വിളിച്ചു പറയുന്ന അമ്മ മറിയ ദൈവത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നുവെങ്കിൽ ഈ സംഹാരകൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടില്ല. ഉറപ്പാണ് പ്രിയമുള്ളവരെ, രക്ഷപ്പെടാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ കർത്താവ് ഇവിടെ വിലക്കിയിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വ്യക്തമായത് പറഞ്ഞിട്ടുമുണ്ട്. സ്തോത്രം. എന്നാൽ ഈ വിഗ്രഹങ്ങളെയെല്ലാം എടുത്ത് മാറ്റും, ഉടച്ചു കളയും എന്നുള്ളത് ഉറപ്പാണ്. അതിലൊരു സംശയവുമില്ല. അതെല്ലാം ദൈവാലയത്തിൽ നിന്ന് മാറ്റപ്പെടും. എല്ലാം ദൈവാലയത്തിൽ നിന്ന് മാറ്റപ്പെടും. ഒരു സംശയവുമില്ല പ്രിയമുള്ളവരെ, എല്ലാം ദൈവാലയത്തിൽ നിന്ന് മാറ്റപ്പെടും. എന്നാൽ അത് മാറ്റുമ്പോൾ മാറ്റുക. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുക. അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്നത് അമ്മയല്ല, സാത്താനാണ്. പോപ്പിൽ കൂടെ അന്ന് പ്രവർത്തിച്ചത് സാത്താനാണ്. അവൻ പോപ്പിൻ്റെ ഉള്ളിലേക്ക് അവൻ പ്രവേശിച്ചു, തന്ത്രപൂർവ്വം പ്രവേശിച്ചു. പോപ്പ കൊണ്ട് തന്നെ പറയിച്ചു ദൈവത്തിൻ്റെ അമ്മ മറിയ എന്ന്. തിരുവചനങ്ങളിലെല്ലാം ഞാൻ കഴിഞ്ഞ സുവിശേഷ ഭാഗങ്ങളിൽ ഞാൻ കാണിച്ചു തന്നു. കർത്താവായ യേശു ക്രിസ്തു ഒരു നാൾ പോലും അമ്മ എന്ന് വിളിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു അന്നും ഇന്നും ഉണ്ട്. ലോകസ്ഥാപനം മുതലേ ഉള്ളവനാണ് ക്രിസ്തു. ലോകസ്ഥാപനം മുതലേ ഉള്ളവനാണ്. ഈ ഭൂമിയിൽ ജനങ്ങളെ വിടുവിക്കുവാൻ വേണ്ടി വന്ന നമ്മളെ പിതാവായ ദൈവം പുത്രനായി ഭൂമിയിലേക്ക് കടന്നു വന്നു. ആ ദൈവത്തിന് അമ്മ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്ഥാപിക്കുന്നുവെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ദൈവത്തെക്കാൾ വലിയതാണ്. വീണ്ടും പറയുകയാണ്, ദൈവത്തെക്കാൾ വലിയതാണ്. സാത്താൻ എടുത്ത അതേ തന്ത്രം ഇവിടെ നിങ്ങൾ തന്നെ സാത്താന് സപ്പോർട്ട് ചെയ്ത് സാത്താനെ വളർത്തുകയാണ്. സാത്താനെ നിങ്ങൾ വളർത്തുകയാണ്. സാത്താൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ വളർത്തുകയാണ്. സാത്താനെ നിങ്ങളെ സഭകളിൽ വളർത്തുകയാണ്. ദൈവത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട്. ദൈവത്തിന് അമ്മയുമില്ല, അപ്പനുമില്ല. ദൈവം ഏകനാണ്. ഞാൻ വീണ്ടും പറയുന്നു, ദൈവം ഏകനാണ്. അവനെ മാത്രമേ വിശ്വസിക്കുക. മറ്റുള്ളവർ സംഹാരദൂതൻ്റെ പിടിയിൽ അകപ്പെട്ടു പോകും. പ്രിയമുള്ളവരെ, വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, സംഹാരദൂതൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകും. രക്ഷിക്കാൻ ഒരു അമ്മയും വരത്തില്ല, ആരും വരത്തില്ല. ഈ കള്ള പുരോഹിതന്മാരും വരത്തില്ല. സ്തോത്രം. ഈ കാണിക്കുന്ന എല്ലാം നാടകമാണ്. പൗരോഹിത്യം എന്ന് പറയുന്നത് സഖരിയാവോട് തീർന്നു. സഖരിയ പുരോഹിതൻ അത് തന്നെയാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ പുരോഹിതൻ. കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെ നിയമിച്ചു. അപ്പോസ്തോലിക സഭയാണ്. എന്തുകൊണ്ടെന്നാൽ ഹെബ്രായ ലേഖനം 11 ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ യേശു ക്രിസ്തു യഹൂദാഗോത്രത്തിൽ നിന്നാണ് ജനിക്കുന്നത്. യഹൂദാഗോത്രം. ആ യഹൂദാഗോത്രത്തിൽ പൗരോഹിത്യത്തെക്കുറിച്ച് മോശെ പറഞ്ഞിട്ടില്ല. ലേവി ഗോത്രത്തിനാണ് പൗരോഹിത്യമുള്ളത്. പൗരോഹിത്യം മാറി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പുരോഹിതൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്നത് മറ്റാരുമല്ല,
സാത്താനാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇവരാണ് അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മറിയയെ സഭയിൽ ഉയർത്തി കാണിച്ചത്. ഇവരിൽ കൂടെയാണ് സാത്താൻ പ്രവർത്തിച്ചത്. ഇവർ അറിയുന്നില്ല, ഈ പുരോഹിതന്മാർ അറിയുന്നില്ല, കന്യാസ്ത്രീമാർ അറിയുന്നില്ല. ഞങ്ങൾ ചെയ്യുന്നത് ദൈവവിരുദ്ധമാണ്, ഞങ്ങൾ പറയുന്നത് ദൈവത്തിന് വിരോധമാണ്. ജനങ്ങളെ കൊണ്ട് ജപമാല മന്ത്രം നടത്തിക്കുന്നു. ഈ ജപമാലയിൽ കൂടെ പ്രവർത്തിക്കുന്നതെല്ലാം ആഭിചാരമാണ്. അതായത് സാത്താൻ വളരെ തന്ത്രപൂർവം പുരോഹിതന്മാരിൽ കൂടെ വന്ന് ജനങ്ങളെ ഇങ്ങനെ വഞ്ചിച്ച് ഈ ജനങ്ങളെ ആഭിചാരം ചെയ്യുന്നവരാക്കി തീർത്തു. ആഭിചാരം ചെയ്യുന്നവർ ഇവർ അറിയുന്നില്ല തങ്ങൾ ചെയ്യുന്നത് ആഭിചാരമാണെന്ന്. കാരണം ആഭിചാരമെന്ന് പറയുന്നത് ചത്തുപോയ, ഈ ഭൂമിയിൽ ജീവിച്ചു പോയ മനുഷ്യരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ആഭിചാരം. അവരെ വിളിച്ച് കാര്യസാധ്യം നേടുന്നതാണ് ആഭിചാരം. അവരെ വിളിച്ച് മന്ത്രവാദം പഠിക്കാൻ പോയ എനിക്ക് അത് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മരിച്ചു പോയവരെ വിളിച്ച് അവരെ കൊണ്ട് കാര്യം സാധിക്കാൻ നോക്കുന്നത്, അതാണ് ആഭിചാരം. അത് തന്നെയാണ് ഇന്ന് കത്തോലിക്ക സഭയിലുള്ള ക്രിസ്തു വിശ്വാസികളെ വച്ച് ചെറിയവരെ കൊണ്ടും വലിയവരെ കൊണ്ടും സാത്താൻ ആഭിചാരം ചെയ്യിക്കുന്നു. ആഭിചാരം, ജപമാല എന്ന് പറഞ്ഞവരെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് ആഭിചാര മന്ത്രമാണ്, ആഭിചാര ചരടാണത്, ആഭിചാര ചരട്. ഇങ്ങനെ ചെയ്യുന്ന ആരും ഒരിക്കലും രക്ഷപ്പെടത്തില്ല പ്രിയമുള്ളവരെ, ഒരിക്കലും രക്ഷപ്പെടത്തില്ല. അവർ ദൈവത്തിൻ്റെ ശത്രുവാണ്. അവർ സംഹാരദൂതൻ്റെ കയ്യിൽ പിടിപെട്ടു പോകും. രക്ഷപ്പെട്ടുകൊള്ളുക. വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സംഹാരദൂതനാണ് വരുന്നത്, സംഹാരദൂതനാണ്. വീണ്ടും വീണ്ടും പറയാണ് സംഹാരദൂതൻ. വെളിപ്പാട് പുസ്തകത്തിലെ 4-ാം മുദ്രയാണ് പൊട്ടിക്കാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകത്തിലെ 4-ാം മുദ്രയാണ് പൊട്ടിക്കാൻ പോകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, മരണം, അതിൻ്റെ പേർ മരണമെന്ന് തന്നെയാണ്, വേറെ ഒരു പേരുമില്ല അതിന്. മരണം. അതിൻ്റെ പുറകെ വരുന്നത് പാതാളമാണ്. മരണത്തിൻ്റെ പുറകെ വരുന്നത് പാതാളമാണ്. ഈ മരണം എടുക്കുന്നതെല്ലാം പാതാളത്തിലേക്കാണ് പോകുന്നത്, പാതാളത്തിലേക്ക്. വീണ്ടും പറയാണ് പാതാളത്തിലേക്ക്. അതുകൊണ്ട് ഈ കാണുന്ന ഈ പേക്കുത്തുകളെല്ലാം വിട്ട് ഒഴിഞ്ഞ്, വിഗ്രഹാരാധന വിട്ട് ഒഴിഞ്ഞ്, നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ ദൈവം ആത്മാവാകുന്നു, അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് വരെ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, ഞാൻ അറിവില്ലാതെ ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. സ്തോത്രം. എൻ്റെ അടുത്ത് കഴിഞ്ഞ ഒരു കമൻറ്റ് ബോക്സിൽ ഏതോ ഒരു സഹോദരി പാപം പറയുകയാണ്, എന്തോ 1-2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ട് പറയുകയാണ്, കൃപാസനത്തിൽ നിങ്ങൾ വരും എന്ന് ഒരു വലിയ വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ സഹോദരിക്ക് മറുപടി കൊടുത്തു, സഹോദരിയെ ദൈവം രക്ഷിക്കട്ടെ, എനിക്ക് പറയാൻ എത്രയേ ഉള്ളൂ, സാത്താൻ്റെ സമയം കഴിഞ്ഞു, സാത്താൻ്റെ സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഈ കൃപാസനം എന്ന് പറഞ്ഞ് വച്ച് നടത്തുന്ന ഈ പുരോഹിതൻ നിങ്ങളെ വഞ്ചിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെ വഞ്ചിക്കുകയാണ്. വേളാങ്കണ്ണി എന്ന് പറഞ്ഞ് നിങ്ങളവിടെ പോകുന്നതും അവർ നിങ്ങളെ വഞ്ചിക്കാൻ വച്ചിരിക്കുന്നതാണ്. എടത്വ എന്ന് പോയി അവിടെ പറയുന്നതും നിങ്ങളെ വഞ്ചിക്കാൻ വച്ചിരിക്കുന്നതാണ്. സാത്താനാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. കൃപാസനത്തിലാണെങ്കിൽ ഏറ്റവും മ്ലേച്ഛത. ജനം ഇങ്ങനെ പോവുകയാണ് അങ്ങ്. ഞാൻ കണ്ടല്ലോ വീഡിയോ, ജനത്തിൻ്റെ ആ പോക്ക്, നാശത്തിലേക്കുള്ള പോക്ക്. ഒരു മക്കളും പ്രിയമുള്ളവരെ അവിടെ ചെന്നിട്ട് രക്ഷപ്പെടില്ല. ഒരു ജനവും രക്ഷപ്പെടത്തില്ല. അവർ പറയും, ഓ അമ്മയെ അവൻ നിന്ദിച്ചു കളഞ്ഞല്ലോ, അമ്മയെ നിന്ദിച്ചു കളഞ്ഞല്ലോ. ഏതമ്മയാണ്? മറിയ ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചു പോയി. യേശു ക്രിസ്തുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ മാത്രമല്ല പ്രസവിച്ചത്, 6 മക്കളെ വേറെയും പ്രസവിച്ചു യോസേഫുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ. ആ മറിയയ്ക്ക് പരിശുദ്ധാത്മാവ് വേണമായിരുന്നു, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. ആ ക്രിസ്തുവിൻ്റെ ആത്മാവ് വന്ന് പരിശുദ്ധാത്മാവിൽ അന്യഭാഷ സംസാരിച്ചു, അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്നു. ആ മറിയ പോലും
ആ ക്രിസ്തുവിൻ്റെ ആ മഹത്വത്തിനു വേണ്ടി കാത്തിരുന്നു. അമ്മ എന്ന് നിങ്ങൾ വിശേഷിച്ച് പറയുന്ന ആ മറിയക്ക് അറിയാമായിരുന്നു ഇത് ദൈവപുത്രനാണ്, പരിശുദ്ധനായ ദൈവപുത്രനാണ്. മറിയക്ക് അറിയാമായിരുന്നു. ആ മറിയയെ സാത്താൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചത് ദൈവത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ശത്രുവായി തീർന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ദൈവത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ സാത്താൻ മറിയയെ അവതരിപ്പിച്ചത്. ഈ പുരോഹിതന്മാർ സാത്താന് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. ഇവർ സാത്താന് വേണ്ടി. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടിയല്ല. അവർ പറയുന്നു കർത്താവിന് വേണ്ടിയാണ്. കർത്താവിൻ്റെ നാമത്തെയും പറയുന്നു, കർത്താവിൻ്റെ സുവിശേഷവും പറയുന്നു, കർത്താവിനെ പ്രസംഗിക്കുകയും ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഇവർ സാത്താനെയാണ് ഉയർത്തിയിരിക്കുന്നത്. സാത്താൻ്റെ ആത്മാവിനെയാണ് ഉയർത്തിയിരിക്കുന്നത്. മറിയ എന്ന് പറഞ്ഞ് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്ന സാത്താനെയാണ് അവർ ഉയർത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. സാത്താനെയാണ്. ഞാൻ എത്രത്തോളം നിങ്ങളോട് ഇത്രയും ധൈര്യത്തോടുകൂടെ പറയുന്നുവെങ്കിൽ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ച് കാണും. ഞാൻ കഴിഞ്ഞ സുവിശേഷത്തിലും ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. എത്ര പ്രാർത്ഥിച്ച് കാണും. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുവെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. പരിശുദ്ധാത്മാവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിലെ 4-ാം മുദ്ര പൊട്ടിക്കാൻ പോകുന്നു. അത് മരണമാണ്. സംഹാരദൂതനാണ് വരുന്നു. രക്ഷപ്പെട്ടോളുക. പാതാളത്തിലേക്കാണ് പോകുന്നത്. പാതാളത്തിലേക്ക് മരിക്കുന്നവരൊക്കെ പോകുന്ന പാതാളത്തിലേക്കാണ്. വീണ്ടും പറയുന്നു പരിശുദ്ധാത്മാവ്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേട്ടോളുക. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങൾക്കത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. രക്ഷപ്പെട്ടോളുക പ്രിയമുള്ള സഹോദരങ്ങളെ. സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെ ബന്ധുക്കൾ, നിങ്ങളെ മിത്രാദിമാർ, നിങ്ങളെ അയൽവാസികൾ, എൻ്റെ സ്നേഹിതന്മാർ ആരൊക്കെ ഇതിൻ്റെ മുകളിൽ ഉണ്ടോ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ അന്ധവിശ്വാസത്തിൽ കുടുങ്ങിക്കിടക്കുന്ന, ഈ മറിയ വിശ്വാസത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ ജനം ചിലപ്പോൾ നിൻ്റെ ബന്ധുവായിരിക്കാം, നിൻ്റെ സ്നേഹിതന്മാരായിരിക്കാം, നിൻ്റെ അയൽവാസികളായിരിക്കാം. ആരായിരുന്നാലും ശരി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളുക. ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് അവർ രക്ഷിക്കപ്പെടട്ടെ. ഈ സംഹാരകൻ്റെ പിടിയിൽ അകപ്പെട്ടു പോകാതെ രക്ഷിക്കപ്പെടട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളുക. സ്തോത്രം. അതിലകപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, ഈ സംഹാരകൻ്റെ പിടിയിൽ അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് വിശുദ്ധിയോടും ഭക്തിയോടും ജീവിക്കുക. പ്രിയമുള്ളവരെ, അനുദിനം മാനസാന്തരപ്പെട്ട് ജീവിച്ചോളുക. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുവാൻ നിങ്ങളെ തന്നെ സമർപ്പിച്ചോളുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനുണ്ട്. അത് ഞാൻ വീണ്ടും അടുത്ത ഭാഗങ്ങളിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോളുക. പരിശുദ്ധാത്മാവ് എനിക്ക് കൂടുതൽ ദൈവിക മർമ്മങ്ങളെ മനസ്സിലാക്കി തരുവാനും, പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുവാനും, ജനത്തിൻ്റെ കണ്ണുകൾ കെട്ടിയിരിക്കുന്ന സാത്താൻ്റെ പിടിയിൽ നിന്ന് തുറക്കുവാനും കഴിയേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിച്ചോളുക. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഞാനിവിടെ നിർത്തുന്നു. നിങ്ങൾ ഇതിനു വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. സ്തോത്രം. അതുപോലെ ഇത് നിങ്ങളെ ബന്ധുക്കൾ, നിങ്ങളെ സ്നേഹിതന്മാർ, നിൻ്റെ അയൽവാസികൾ ആരൊക്കെ ഉണ്ടോ, ഒരു നാണമോ ഒന്നും വിചാരിക്കേണ്ട. അവർ എന്ത് വിചാരിക്കുമെന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് പറയുക, മക്കളെ ഇതിങ്ങനെയാണ്. ഈ മറിയ എന്ന് പറഞ്ഞ് വന്നത് സാത്താനാണ്. സാത്താൻ എടുത്ത വേഷമാണ്. പുരോഹിതന്മാരിൽ കൂടെ അവൻ എടുത്ത വേഷമാണ്. ദൈവത്തെക്കാൾ വലിയവനാകാൻ വേണ്ടി എടുത്ത വേഷമാണത്. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം വിട്ടും മാനസാന്തരപ്പെട്ടുകൊള്ളുക എന്ന് അവരോട് പറയുക. സ്തോത്രം. അങ്ങനെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥിക്കാം. സർവ്വശക്തനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് വെളിപ്പെടുത്തി തന്ന വചനങ്ങൾക്കായി സ്തോത്രം. ഈ വചനം കേട്ട മക്കളെല്ലാവരും വിശുദ്ധിയോടും ഭക്തിയോടും ജീവിക്കുവാൻ, സാത്താൻ്റെ കുടില തന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ സത്യവഴിയിലേക്ക് കടന്നു വരുവാനിടയാകേണ്ടതിന് അവരിലേക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സംഹാരകൻ്റെ കയ്യിൽ
ഇവർ അടിമപ്പെട്ടു പോകുന്നതിന് മുമ്പേ ചിലരെയെങ്കിലും രക്ഷിക്കുവാൻ കഴിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് ഈ അടിയാൻ യാചിക്കുന്നു, ആഗ്രഹിക്കുന്നു കർത്താവേ. അങ്ങനെ ചിലരെയെങ്കിലും രക്ഷിക്കുവാൻ പരിശുദ്ധനായ ദൈവമേ ഈ തിരുവചനം അവരുടെ അടുക്കിലേക്ക് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിൻ്റെ തിരുവചനം, കർത്താവിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്ന തിരുവചനം ജനങ്ങൾ കേൾക്കട്ടെ, ജനങ്ങൾ മാനസാന്തരപ്പെടട്ടെ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേട്ടവർ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ അവർക്ക് നല്ല മനസ്സ് കൊടുക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. എല്ലാ മഹത്വവും മാനവും പോഴ്ചയും സ്തോത്രമെല്ലാം അങ്ങേക്കുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ എൻ്റെ സ്വർഗ്ഗപിതാവേ. ആമേൻ. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഈ തിരുവചനങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇനിയും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഇതിലൊരു താമസവുമില്ല. 4-ാം മുദ്രയാണ് ഇതാ പൊട്ടിക്കാൻ പോകുന്നു. 4-ാം മുദ്ര പൊട്ടിക്കാൻ പോവുകയാണ്. ഇത് ഭയങ്കരമാണ് പ്രിയമുള്ളവരെ, ഭയങ്കരമാണ്. നമ്മളാരും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചോളുക. വിശുദ്ധിയോടെ ജീവിക്കണം. വിശുദ്ധിയോടെ, ഭക്തിയോടെ, വിശുദ്ധിയോടെ ജീവിക്കണം. വിശുദ്ധി കൂടാതെ ആർക്കും ഈ ദൈവകൃപ അനുഭവിക്കാൻ പറ്റത്തില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധിയോടെ ജീവിക്കുക. സ്തോത്രം. അങ്ങനെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.